ഹലോ ഗൈസ്, അപ്പം നമുക്കിന്നൊരു കല്യാണത്തിന് പോവാം. നമ്മൾ കൊല്ലത്ത് നിന്ന് ആലപ്പുഴയിലോട്ടാണ് പോകുന്നത് കേട്ടോ. 8 മണി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഒരു 11-11:30 ആയപ്പോൾ നമ്മൾ നമ്മുടെ പുന്നമട എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു കല്യാണം. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ കായലിൻ്റെ തീരത്ത് ഒരു റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. അപ്പോൾ ഇതായിരുന്നു എൻട്രി. നമ്മളിവിടെ നേരെ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് പുന്നമട കായലാണ് കേട്ടോ. ഇവിടെ ഒരുപാട് വൃക്ഷങ്ങളും ചെടികളും ഒക്കെ നട്ട് വെച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു ആംബിയൻസും ഒരു അടിപൊളി ഫീലും ഒക്കെ തരുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ. ചെന്നപാടെ ഞങ്ങൾ അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി കാണുകയാണ് ചെയ്തത്. അവിടെ മുഴുവൻ നടന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അവിടെ 2-3 അരയന്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്നിട്ട് അതിൻ്റെ കൂടെ കളിക്കുകയും ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തു. ഇച്ചുനങ്ങ് ഒരുപാട് സന്തോഷമൊക്കെ ആയി. ഇതിൻ്റെ സൗണ്ട് പക്ഷേ വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു സൗണ്ടായിരുന്നു ഈ അരയന്നങ്ങൾക്കുണ്ടായിരുന്നത്. അത് മാത്രമേ ഉള്ളൂ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നിയത്. അപ്പോൾ നമ്മൾ 12 മണിക്കാണ് നമുക്ക് കല്യാണം. അപ്പോൾ അതുവരെ നമ്മളവിടെ എല്ലാം കറങ്ങി അവിടെയെല്ലാം നടക്കുകയാണ് ചെയ്തത് കേട്ടോ. വലിയ വെയിലൊന്നും ഇല്ലാത്തൊരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്പണായിട്ടാണ് നമ്മൾ കല്യാണമെല്ലാം സെറ്റ് ചെയ്തിരുന്നത്. അതിന് ചുറ്റും കുറേ സീറ്റുകളും ഒക്കെ അറേഞ്ച് ചെയ്ത് അങ്ങനെയായിരുന്നു കല്യാണം സെറ്റ് ചെയ്തിരുന്നത്. അവിടെയാണ് കല്യാണം നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ടായിരുന്നു. പിന്നെ ഹൗസ് ബോട്ടുകളെല്ലാം ഇങ്ങനെ ആ റിസോർട്ടിൻ്റെ തീരത്തായിട്ട് ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഫോറിനേഴ്സും അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് സ്റ്റേ ചെയ്ത് ഈ ഹൗസ് ബോട്ടിൽ കറങ്ങുന്നുണ്ട്. അതുമൊക്കെ കണ്ട് നമ്മളിങ്ങനെ കുറേ നേരം കായലിൻ്റെ തീരത്ത് ഇങ്ങനെ ആസ്വദിച്ച് നിന്നായിരുന്നു കേട്ടോ. ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഒക്കെ എൻട്രിയും അതൊക്കെ ഒരു പ്രത്യേകതരം ആംബിയൻസ് ആണ് ഇവിടെ നമുക്ക് തന്നത്. ആ വിവാഹവും ഒക്കെ അടിപൊളി ഒരു ഫീലാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ കല്യാണം നടക്കുന്ന സ്ഥലത്തോട്ടാണ് ചെന്ന് കയറുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മേളിലിങ്ങനെ തോരണമൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഓപ്പണായിട്ടാണ് ഇങ്ങനെയാണ് കല്യാണ മണ്ഡപവും സെറ്റ് ചെയ്തിട്ടുള്ളത് അവർ. ബ്രൈഡിൻ്റെ എൻട്രിക്ക് ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബ്രൈഡിനെ സ്വീകരിച്ചുകൊണ്ട് വരാനുള്ള പൂമഞ്ചും ഒക്കെയാണ് അവിടെ കണ്ടത്. ഇപ്പോൾ ഗ്രൂമാണ് എൻട്രി ചെയ്യുന്നത്. പിന്നീട് ബ്രൈഡ് വരാൻ പോവുകയാണ്. ബ്രൈഡിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മഞ്ചുമൊക്കെ എടുത്തിട്ട് ആൾക്കാർ അങ്ങോട്ട് പോകാനായിട്ട് പോവാണ് കേട്ടോ. സൂപ്പറായിട്ടുണ്ടല്ലേ. ഒരു ഡാൻസൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ കോപ്പിറൈറ്റ് കിട്ടണ്ടെന്ന് വെച്ചിട്ട് മാത്രമാണ് ഇത് ഞാൻ ഉൾപ്പെടുത്താത്തത്. ഇതിൻ്റെ ഷോർട്സിൽ ഞാനിതിൻ്റെ പാട്ടൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് പോയി കാണണം. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡിൻ്റെ എൻട്രിയും കഴിഞ്ഞു. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. ആലപ്പുഴയിലെ ഫുഡായതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു. പക്ഷേ ആ വിളമ്പുന്ന രീതി തന്നെ ഒരു വ്യത്യാസമായിരുന്നു. നമ്മുടെ കൊല്ലം തിരുവനന്തപുരം സദ്യ കഴിച്ചിട്ട് നമ്മൾ ആലപ്പുഴ തൊട്ട് അങ്ങോട്ട് പോകുമ്പോഴേക്കും നമുക്ക് ആ സദ്യയുടെ ആ ഒരു വിളമ്പുന്ന ആ ഒരു രീതി നമുക്കത്ര ഇഷ്ടപ്പെടത്തില്ല. ആ ഒരു വിഷമം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ സദ്യ കഴിച്ചതിൽ. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. പായസവും എല്ലാം അടിപൊളിയായിരുന്നു.